നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA ഇവർ രണ്ടുപേരും കൂടി വൻ പക ഇപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് യദുവിനെതിരെ. ഇവർ മാത്രമല്ല, സംസ്ഥാനത്തെ ഒരു സംവിധാനം മുഴുവൻ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെതിരെ നിൽക്കുന്നൊരു കാഴ്ച തന്നെയാണ് കണ്ടുവരുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാനായി പോയിരുന്നു. യദു നൽകിയ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരും അതിനെ തുടർന്ന് അന്വേഷിക്കുകയോ മൊഴി രേഖപ്പെടുത്താൻ വിളിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. രഹസ്യമൊഴിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണ് ഈ ആര്യ രാജേന്ദ്രൻ. കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. ജാമ്യമില്ലാ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയാണ് ആര്യ രാജേന്ദ്രനും MLA. ഇവിടെ രണ്ടുപേരുടെയും കൃത്യനിർവഹണം, അതായത് ആര്യ രാജേന്ദ്രൻ ഒരു മേയറാണ്, MLA സച്ചിൻ ദേവ് ഒരു MLA-യുമാണ്. നിയമസഭയിൽ പോകാൻ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. മേയർക്ക് അതുപോലെ തന്നെ മേയറിന്റെ ജോലി ചെയ്യാനുള്ള തടസ്സവും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് കൊണ്ട് ഒരു കേസ് എടുത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ പോകുന്നതും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുന്നതും എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. യദു എന്ന വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആദ്യമായാണ് യദു ഇതിനു ശേഷം രഹസ്യമായി മൊഴി മേയർ ആര്യ രാജേന്ദ്രന്റെ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞതിന് ശേഷം ആദ്യമായി യദു പ്രതികരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം യദു പറഞ്ഞൊരു കാര്യമാണ്, ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഇവരെ ഒന്നും എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്റെ കേസ് കുറച്ചുകൂടി അതിവേഗത്തിൽ എനിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ ഇത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇത് നീതി ആരുടെ ഭാഗത്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അവർ വ്യഗ്രത കൊള്ളുകയും ഒക്കെ ചെയ്തേനെ. എന്നാൽ പോലീസ് ഇപ്പോൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട്, എന്നെ കുരുക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന വ്യക്തമാകുന്നുണ്ടെന്ന് യദു പറയുകയാണ്. യദുവുമായി ബന്ധപ്പെട്ട് യദു നൽകിയ പരാതിയിൽ പ്രധാനമായി ആദ്യഘട്ടത്തിൽ കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തിരുന്നില്ല. എന്നാൽ യദു കോടതിയിൽ പോയതിനു ശേഷമാണ്, കോടതി വഴിയാണ് പോലീസ് കേസെടുക്കാനായി തയ്യാറായത്. 5 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. മേയർ ആര്യ രാജേന്ദ്രൻ, MLA ഭർത്താവുമായിട്ടുള്ള സച്ചിൻ ദേവ്, അതുപോലെ തന്നെ സഹോദരൻ, സഹോദരി, പിന്നെ മറ്റൊരാൾ. ഈ 5 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഈ 5 പേരിൽ ഇപ്പോൾ 2 പേർ MLA-യും മേയർക്കും മറ്റ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ റോഡിൽ വിലാസി നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെയാണ് അവർ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ മേയറിന്റെ സഹോദരൻ ഗൾഫിലാണുള്ളത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അതായത് മേയർ ആര്യ രാജേന്ദ്രൻ മേയർ ആകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഗൾഫിൽ നിന്നും വീഡിയോ കോൾ വഴി സന്ദേശങ്ങൾ അയക്കുന്നൊക്കെ തന്നെ നമ്മൾ വലിയ രീതിയിൽ ആഘോഷിച്ചൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് വരികയായിരുന്നു മേയറിന്റെ സഹോദരൻ. ആ സഹോദരൻ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും എന്നാൽ അതിനെ ഒരു മുഖവിലയ്ക്ക് പോലും എടുക്കാതെ തിരിച്ചു വീണ്ടും ഗൾഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. ഇനി ഈ കേസിന്റെ ഗതി എങ്ങനെയായിരിക്കും? മന്ത്രി KB ഗണേഷ് കുമാറിനെ എല്ലാവർക്കും, സാധാരണക്കാരായ മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മന്ത്രിയാണ് KB ഗണേഷ് കുമാർ എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് നമ്മൾ പല ഘട്ടത്തിലും കണ്ടിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മേയറിനെതിരെ നിൽക്കുകയും യദുവിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുവന്നത്. എന്നാൽ ഇന്നുവരെയും യദുവിനെ ജോലിയിലേക്ക് തിരിച്ചു കയറ്റാനുള്ള ശ്രമം നടക്കുകയോ തിരിച്ചു കയറ്റിയിട്ടോ ഇല്ല. യദു ഏതായാലും മറ്റ് ജോലികൾ ചെയ്ത് ജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ യദുവിന് അതിനുള്ള തന്റേടവും ധൈര്യവും ആത്മവിശ്വാസവും ബലവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സംവിധാനം ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നാട്ടിൽ നീതി നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നീതി ന്യായവും നടപ്പിലാകുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം യദുവിന്റെ അമ്മയും പ്രതികരണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ കണിശമായി തന്നെയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ മേയറിനെ തെരുവിൽ നേരിടുമെന്നാണ് അമ്മ പ്രതികരിക്കുകയും ഒക്കെ ഉണ്ടായത്. എന്തായാലും ഈ ഒരു കേസ് ഏറ്റവും ഒടുവിലായി നമ്മൾ ഭയന്നതുപോലെ തന്നെ വഴിമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് ഒരിടത്തും എത്താതെ ഏറ്റവും ഒടുവിൽ നഷ്ടം യദുവിന് മാത്രമായിട്ട് അവസാനിക്കാവുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നു. അത് തന്നെയാണ് യദുവും ഭയക്കുന്നത്.